അധികം ഇപ്പം പടത്തിന്റെ ഒരുപാട് റിവ്യൂസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ആസിഫ് അലി ഇവിടെ തുടരും എന്നുള്ളൊരു കമന്റ് ആണ്. അപ്പൊ ബാക്ക് ടു ബാക്ക് സക്സസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഒരു എക്സ്ട്രാ ഒരു പ്രഷറായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പം ഈ ഒരു അവസരത്തിൽ? അതൊരു പ്രഷറായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് എന്റെ സിനിമകൾ ആളുകൾ സംസാരിക്കുന്നതും സിനിമയ്ക്ക് നല്ല അഭിപ്രായം വരുന്നതും ഒക്കെ. അപ്പൊ അത് സംഭവിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ഒരു പ്രശ്നമല്ല. പിന്നെ ഒരു ചലഞ്ചാണ് ഒരു പരിധി വരെ. ഇനി എപ്പോഴും ഈ മിനിമം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്യണം, ആളുകൾക്ക് ഇപ്പോൾ ഉള്ളൊരു വിശ്വാസം പോവാതെ നോക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊരു ചലഞ്ചായിട്ട് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. നിലവിലെ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള നടൻ ഇപ്പോൾ ആസിഫ് അലിയാണ്. അപ്പോൾ ഈ റേറ്റിംഗിൽ ഇപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? അതായത് ഞാൻ ബോധപൂർവം ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. ഇത്രയും നാൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നതും അതേ പ്രോസസ്സൊക്കെ തന്നെയാണ് ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ ഉള്ളത്. പക്ഷെ ഇത്രയും വർഷമായി ഇത്രയും സിനിമകൾ ചെയ്തതിന്റെ ഭാഗമായി ഞാൻ അറിയാതെ വന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിരിക്കാം ചിലപ്പം ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സെലക്ഷനിലും സിനിമകളിലും ഒക്കെ വന്നിട്ടുള്ള ഒരു വ്യത്യാസം. അപ്പൊ അത് നല്ല ഒരു മാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഞാൻ ഈ തുടർ പരാജയങ്ങളുള്ള സമയത്ത് ഇതിനു വേണ്ടിയിട്ട് ഒരു ട്യൂഷൻ ക്ലാസ്സിന് പോവുകയോ ഒരു പുതിയതായ ഒരു തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. പ്രവാസത്തേക്ക് എന്താണ് ജോലി തേടി പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആരെങ്കിലും റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഈ മോശം കണക്ട് ആസിഫിൽ കേട്ടോ? ഒരുപാട് പേരുണ്ട് എനിക്കൊക്കെ അറിയാവുന്ന. ഇപ്പം എന്റെ കൂടെ സിനിമ അന്വേഷിച്ച് നടന്നവര്, എന്റെ സുഹൃത്തുക്കള്, കസിൻസ്, അങ്ങനെയൊക്കെ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ യുഎയിലൊക്കെ പോകുന്ന പല സമയത്തും അവിടെ കാണാൻ വരുന്നവരും ഫോട്ടോ എടുക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ പല ആളുകളും സംസാരിക്കുന്നതും ഈ വിഷമങ്ങളൊക്കെ മറന്ന് നമ്മളെ കാണുമ്പോൾ സന്തോഷിക്കുന്നതും. ഇപ്പൊ ഈവൻ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ വരുമ്പോ നാട്ടിൽ നിന്ന് വന്ന ഒരു പരിചയക്കാരന്റെ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊന്നും അങ്ങനെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളവരോ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഗൾഫുകാരന്റെ ആഡംബര ജീവിതം നയിക്കുന്നവരൊന്നും അല്ല. അവരും ഇവിടെ സ്ട്രഗിൾ ചെയ്തത് അതിനേക്കാൾ മുകളിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പം തുടർച്ചയായി മോശം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്കുണ്ടായിരുന്ന അതേ വികാരത്തോട് ജീവിതത്തെ കാണുന്ന ഒരുപാട് പ്രവാസികളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ റെഫറൻസ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ സ്ക്രിപ്റ്റിൽ അമീറിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അമീറിന്റെ ഓരോ ഇമോഷൻസും, അമീറിന്റെ ഓരോ പ്രശ്നങ്ങളും, അമീറിന്റെ പൈസക്കുള്ള അത്യാവശ്യവും, ഈ ആദ്യം കാണുന്ന സ്ട്രഗിളും എല്ലാം എഴുതിയിട്ടുണ്ട്. അതിന് ഒരു പക്ഷേ എനിക്ക് കിട്ടിയ റെഫറൻസുകളിൽ ഏറ്റവും വലുത് ഒരു പ്രവാസിയായ തിരക്കഥാകൃത്തും സംവിധായകനുമായ തമർ തന്ന റെഫറൻസ് തന്നെയാണ്. ഇപ്പൊ തമറിനെ അറിയാവുന്നവരും അല്ലെങ്കിൽ തമർ അനുഭവിച്ചിട്ടുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് ഏറ്റവും വലിയ ഈ അമീറിന്റെ ക്യാരക്ടറിന് ഏറ്റവും വലിയ റെഫറൻസും ആ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ജിപ്പുവിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നത്? ആദ്യം ജിപ്പുവിലേക്ക് എത്തിപ്പെടുന്നത് നമ്മള് ഓഡീഷൻ വെച്ചിരുന്നു. നമ്മൾ ദുബായിൽ ഓഡീഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൊച്ചിയിലും ഉണ്ടായിരുന്നു. ഏകദേശം 750 കുട്ടികളെ ഞങ്ങൾ ഇതിനായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് അങ്ങനെയാണ് ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കൂടുതലായിട്ട് നമുക്ക് ഇത് ഹൈലൈറ്റ് നിൽക്കുന്നത് ഇവരുടെ കെമിസ്ട്രിയാണ്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് അവരെ കെമിസ്ട്രി വർക്കൗട്ട് ആക്കാനുള്ള തുടക്കത്തിൽ ഇവരുടെ ഐഡിയ എങ്ങനെയായിരുന്നു? ഒരു നമുക്ക് ഓഫ് സ്ക്രീൻ കെമിസ്ട്രി വർക്കായാലാണ് രണ്ടും കൂടി വർക്കാവുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത്. അത് ബേസിക്കലി ആസിക്കാണെങ്കിൽ തന്നെ ആസിക്കൊക്കെ അറിയാം, ഇതൊരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ സിനിമയുടേതായ ടെക്നിക്കാലിറ്റി ഉണ്ട്. ലൈറ്റ്, ക്യാമറ, സമയങ്ങൾ, നമ്മൾ പ്രത്യേകിച്ച് സിൻ സൗണ്ടിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. പക്ഷെ ആ ഏരിയയിലൊക്കെ നമ്മൾ ആ ടെക്നിക്കാലിറ്റിനെയൊക്കെ കുറച്ചും കൂടെ മറന്നുകൊണ്ട് അവനെ എങ്ങനെ കംഫർട്ട് ആക്കി നിർത്താം, അല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടില്ല. കാരണം കുട്ടികളറിയാലോ, ചിലപ്പോൾ അവരൊരു വാശി പിടിച്ചിട്ട് ഇപ്പം എനിക്ക് മൂടില്ല എന്ന് മാറിപ്പോയാൽ തന്നെ മൊത്തം ഷൂട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും പ്രൈം ഫോക്കസും മെയിൻ കോൺസെൻട്രേഷനും അവരിൽ തന്നെയായിരുന്നു. അവനൊരു മുഷിപ്പ് തോന്നരുത്. പക്ഷെ അത് അങ്ങനെ ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ട് 1 ദിവസം 2 ദിവസം അതിൻ്റെ ആവശ്യമല്ലോ. ഷൂട്ട് തുടങ്ങിയപ്പോൾ അതിനേക്കാൾ കൂടുതൽ വളരെ ജെല്ലായിട്ട് നമ്മളോട് കൂടെ നിന്നതും, ഇനി എത്ര രാത്രി ആണെങ്കിലും ഉറക്കം വന്നാലും അവൻ പറയും എനിക്ക് കുഴപ്പമില്ല, അവരൊന്നുമില്ല, ആ രീതിയിൽ തന്നെ വിളിച്ചു. വളരെ പുലർച്ചൊക്കെ ഷൂട്ടുണ്ട്, എന്നാലും ഒന്ന് വിളിച്ചാൽ തന്നെ വരാൻ പോവാന്നിട്ട് അവൻ നമ്മുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. ദീപക് ബ്രോ എന്തായി പാരന്റിങ് ഒക്കെ പഠിച്ചാ? വലിയൊരു കോഴ്സായിരുന്നു എനിക്ക് ഈ സിനിമ.
അല്ല സന്തോഷമുണ്ട്. സിനിമ ഇന്നലെ നമ്മൾ തിയേറ്ററിൽ പോയ സമയത്ത് ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ സിനിമ കാണാൻ. അപ്പൊ കണ്ടിറങ്ങിയ സമയത്ത് ഒരു അച്ഛനമ്മയും വന്നിട്ട് ഒരു അമ്മ പറയുണ്ടായിരുന്നു ഇവൻ ലിഫ്റ്റ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അവരോട് ലൈഫിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമായിരുന്നു. അങ്ങനെയുള്ള കുറേ സീക്വൻസുകൾ ഈ സിനിമയുണ്ട്. അപ്പൊ പിന്നെ ഒരു പുള്ളി താമര കണ്ടിട്ട് വന്നു കരഞ്ഞു പോയി. അവസാനം നമുക്കിന്റെ മഹേഷിന്റെ പ്രതികാരത്തില് അലഞ്ചേട്ടൻ പറഞ്ഞ ഡയലോഗ് തിരിച്ച് പറയേണ്ട അവസ്ഥയാണ് അവസാനം മനസ്സിലായി പുള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര ഇമോഷണലി ഫീൽ ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന സിനിമ. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, മക്കളുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീക്വൻസ് ഉള്ള സിനിമയാണ്. ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ ഇപ്പം നോക്കുമ്പോൾ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പം സൂക്ഷ്മത ദർശനം ചെയ്തിരിക്കുന്ന ഒരു ഹസ്ബൻഡ് അല്ല ഇതിലേക്ക് വരുമ്പോൾ ഇപ്പൊ സ്വയം അവസാന ആക്ടർ ഇവോൾവ് ചെയ്യുന്ന എത്രത്തോളം ഇപ്പം ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ? അത് ഉറപ്പായിട്ടും ഒരു എക്സ്പീരിയൻസ് നമ്മൾ എന്തായാലും മാറ്റപ്പെടുന്നതാണ്. ഒരു ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ ആ ഒരു മാറ്റം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ ഡയറക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ താമര പറഞ്ഞു തരുന്ന പോലെയല്ല MC ജിതിൻ പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം എന്തായാലും സിനിമയുണ്ടാവും. ഞാനായിട്ട് അങ്ങനെ ഭയങ്കര എഫേർട്ട് എടുത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു വരുന്നുണ്ട്. പിന്നെ അതിലൊരു മോളായിരുന്നു, ഇതൊരു മോളായിരുന്നു. ആസിഫ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഷൂട്ട് അപേക്ഷിച്ച് ഗൾഫിൽ ഷൂട്ട് വന്നപ്പോൾ എത്രത്തോളം സ്ട്രഗിൾ ആയിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തത്? അങ്ങനെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഷൂട്ടിംഗ് ടൈമിലൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഷൂട്ടിംഗ് കാണാൻ ആളുകൾ വരുന്നത് ഇപ്പോൾ UAE ഷൂട്ട് ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ സ്ഥിരമായി ഷൂട്ടിംഗ് കാണുന്നതും നമ്മളെ എല്ലാവരെയും സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഭീകരമായിട്ടൊന്നും തോന്നാറില്ല. പക്ഷെ ഇതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യ, പ്രത്യേകിച്ച് ഗൾഫിൽ ഷൂട്ട് ചെയ്യും, UAE ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരുപാട് പ്രവാസികൾ, ഒരുപാട് മലയാളികളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവർക്ക് ഒരു നടൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളൊരു സ്നേഹവും അടുപ്പവും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആളുകൾ ഷൂട്ടിംഗ് കാണാൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ നൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ജോലി കഴിഞ്ഞ് വന്ന് വെളുക്കോളം ആ ഷൂട്ടിംഗ് കാണാൻ നിന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ നിന്നത്. പല സമയത്തും ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെയായിരുന്നു എനിക്ക് ഇവിടുത്തെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തത്. പിന്നെ ആ ഫോട്ടോയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് ഷൂട്ട് ചെയ്തത് ഡിസംബർ സമയത്താണ് UAE ഷൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് എപ്പോഴും ദുബായിനെ പറ്റിയും UAE പറ്റിയും പറയുമ്പോൾ ചൂടാണ് നമുക്ക് ഓർമ്മ വരുന്നതെങ്കിൽ ഈ സമയത്ത് ഒരു നവംബർ പകുതി മുതൽ ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി വരെയുള്ള അതിഭീകര തണുപ്പുണ്ട് UAE. അപ്പൊ ആ തണുപ്പത്താണ് ഷൂട്ട് ചെയ്തത്. അത് വെളുപ്പിന് ഒരു 2:30-3 മണി സമയത്താണ് ആ പർട്ടിക്കുലർ സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു 12 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നല്ല തണുപ്പാണ്. അപ്പൊ അവിടെ എല്ലാവരും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും കിട്ടുന്ന ഏതെങ്കിലും ചൂട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ പ്ലാനുകളും എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയിൽ എടുത്തിട്ട് ഫോട്ടോയാണ്, അല്ല ഞാൻ മാത്രമല്ല അവിടെ അങ്ങനെ കിടന്നത്. പിന്നെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ് ഈ 12 നില നടന്ന് താഴെ ഇറങ്ങി ക്യാരവനിൽ പോയി ഇരുന്നിട്ട് ഷോട്ടിന് വിളിക്കുമ്പോൾ ഈ 12 നില വീണ്ടും നടന്ന് മേളിൽ കയറി വരുന്നത് എനിക്കും ഈ ഫുൾ ക്രൂവിനും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങള് കണ്ട ഒരു ടെമ്പററി ഷെൽട്ടറാണത്. അപ്പൊ അത് ഭയങ്കര കാര്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മളെല്ലാ നടന്മാരും സിനിമയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നടന്മാരും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അതെല്ലാം.